നമസ്കാരം. വോയിസ് ഓഫ് RBRന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇൻകം ടാക്സിൽ ജോലി അവസരം, മികച്ച ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നേടാം. കേന്ദ്ര നിയമനീതി മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻകം ടാക്സ് അപ്പീലറ്റ് ട്രൈബ്യൂണലിൽ ITAT ഗ്രൂപ്പ് ബി ഗസറ്റഡ് വിഭാഗത്തിൽ പ്രധാനപ്പെട്ട 2 തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ജോലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ: ആകെ ഒഴിവുകൾ 42, അപേക്ഷാരീതി ഓൺലൈൻ മാത്രം. ഒഴിവുകളുടെ വിശദാംശങ്ങൾ: തസ്തികയുടെ പേര് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി, ഒഴിവുകളുടെ എണ്ണം 22, ശമ്പള സ്കെയിൽ പ്രതിമാസം 47,600 തൊട്ട് 1,50,000 രൂപ വരെ, ലെവൽ 8 പ്രകാരം. പ്രൈവറ്റ് സെക്രട്ടറി തസ്തിക, ഒഴിവുകളുടെ എണ്ണം 20, പ്രതിമാസ ശമ്പളം 44,000 രൂപ തൊട്ട് 1,42,400 രൂപ വരെ, ലെവൽ 7 പ്രകാരം. ശമ്പളത്തിന് പുറമെ കേന്ദ്ര സർക്കാർ ചട്ടപ്രകാരം യോഗ്യതയ്ക്കനുസരിച്ച് DA, HRA, TA തുടങ്ങിയ അലവൻസുകളും ലഭിക്കും. വിദ്യാഭ്യാസ യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിൽ മിനിറ്റിൽ 120 വാക്കുകളുടെ 120 WPM വേഗത ഉണ്ടായിരിക്കണം. MS ഓഫീസ്, എക്സൽ, പേജ് മേക്കർ തുടങ്ങിയ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. പ്രായപരിധി: ഓഗസ്റ്റ് 17, 2026 മുതൽ പരമാവധി പ്രായം 35 വയസ്സ്. പ്രായ ഇളവ്: SC, ST, OBC, കേന്ദ്ര സർക്കാർ ജീവനക്കാർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടപ്രകാരം ഇളവ് ലഭിക്കും. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒരപേക്ഷ മതി. സീനിയർ, പ്രൈവറ്റ് സെക്രട്ടറി എന്നീ 2 തസ്തികകൾക്കും പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല. ഓൺലൈൻ അപേക്ഷ മാത്രം. അപേക്ഷകൾ ഓൺലൈൻ വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപൂർണമായ അപേക്ഷകൾ: ആവശ്യമായ വിവരങ്ങളും രേഖകളും ഇല്ലാത്ത അപേക്ഷകൾ നിരസിക്കപ്പെടും. ക്രിമിനൽ കേസുകൾ: ക്രിമിനൽ കേസ് നിലനിൽക്കുന്നവരുടെ അപേക്ഷ പരിഗണിക്കുന്നതല്ല. പ്രൊഫഷൻ കാലാവധി: തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 2 വർഷത്തെ പ്രൊഫഷൻ ഉണ്ടായിരിക്കും. നിയമന സ്ഥലം: ഇന്ത്യയിലെ ഏത് ITAT ബ്രാഞ്ചിലേക്കും മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ മുതലായവ നിയമനം ലഭിക്കാം. എങ്ങനെ അപേക്ഷ നൽകാം? ഔദ്യോഗിക ITAT വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ നിന്നും വിജ്ഞാപനത്തിലേക്കുള്ള ലിങ്ക് കണ്ടെത്തുക. ഓൺലൈൻ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ, ഫോട്ടോ, സിഗ്നേച്ചർ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പാക്കുക. പൂർണ്ണ വിജ്ഞാപനം വായിക്കുക. കൂടുതൽ വിശദാംശങ്ങൾക്കും ഔദ്യോഗിക നിർദ്ദേശങ്ങൾക്കും ദയവായി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിലെ വിജ്ഞാപനം പൂർണ്ണമായും വായിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.